പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 6 പ്രതികൾ അറസ്റ്റിൽ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ നിന്നും കോമ്പൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 6 പേർ പിടിയിൽ. പൊന്നാനി ഓംതൃക്കാവ് സ്വദേശി മൂസമ്മക്കാനകത്ത് ഷഫീഖ്, TB ഹോസ്പിറ്റലിൽ നടന്നു താമസിക്കുന്ന തറീഖാനകത്ത് ഷഹദ്, മുക്കാടി കൂരാറ്റിന്റെ വളപ്പിൽ നാസിൽ, പൊന്നാനി നഗരം കാലിയാരത്ത് സിഫാറത്ത്, പുറങ്ങ മാരാമുറ്റത്ത് താമസിക്കുന്ന തറീഖാനകത്ത് ഫഹദ്, ആനപ്പടി ചൊക്കൻ്റകത്ത് അസ്ലം എന്നിവരാണ് അറസ്റ്റിലായത്. ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റും പുതുതായി തുടങ്ങാനിരിക്കുന്ന ഐസൊലേഷൻ വാർഡ് കെട്ടിടത്തിൽ നിന്നും 8ഓളം കമ്പ്യൂട്ടർ മോണിറ്ററുകൾ, കീബോർഡുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, 8ഓളം ഫയർ എക്സ്റ്റിങ്ഷനുകൾ, ഇരുമ്പ് കമ്പികൾ, പുതുതായി സ്ഥാപിച്ച 8ഓളം ബാറ്ററികൾ തുടങ്ങിയവ, കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടെ 3 ലക്ഷത്തോളം വില വരുന്ന ഉപകരണങ്ങൾ 6 സംഘം പലപ്പോഴായി രാത്രിയിലെത്തി സ്കൂട്ടറുകളിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. വിവിധയിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സംശയം തോന്നിയവരെ നിരീക്ഷിച്ചും ചോദ്യം ചെയ്തും നടത്തിയ നിരവധി ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് മോഷണം നടത്തിയ 6 സംഘത്തെ പൊന്നാനി പോലീസ് പിടികൂടിയത്. കളവ് ചെയ്ത സാധനങ്ങൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ നിസ്സാര വിലയ്ക്ക് വിൽപ്പന നടത്തി കാറുകൾ വാടകയ്ക്കെടുത്തും വിനോദങ്ങൾക്കും മറ്റ് ആർഭാട ജീവിതം നയിക്കുന്നതിനായി ചെലവഴിക്കുകയായിരുന്നു. പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI ആൻഡോ ഫ്രാൻസിസ്, ജൂനിയർ SI ആനന്ദലക്ഷ്മി, ASI എലിസബത്ത്, ASI M നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ S പ്രശാന്ത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീരാജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തിയ സാധനങ്ങൾ മാരാമുറ്റത്ത് ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിസര പ്രദേശങ്ങളിൽ നടന്ന മറ്റു മോഷണങ്ങളിലും പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാർ അറിയിച്ചു. CCTV ഫുട്ടേജിൻ്റെയും പരിസരവാസികളുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇന്നലെ ഈ കേസിൽ ഉൾപ്പെട്ട 6 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതും തുടർന്ന് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഷ്ടപ്പെട്ട മുതലുകൾ, ആശുപത്രിയിൽ നിന്നും നഷ്ടപ്പെട്ട മുതലുകൾ ഒരു ആക്രിക്കടയിൽ ഒരു വിൽപ്പന നടത്തിയതായി വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗികമായി അതിൻ്റെ റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. പ്രതികളെ മറ്റ് നിയമ നടപടികൾക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇതിൻ്റെ മറ്റ് നടപടികൾ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം പൂർത്തിയാക്കും. നിലവിൽ ഇവരുടെ ആൻറ്റിസിഡൻസ് പരിശോധിച്ചതിൽ മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തതായിട്ടൊന്നും രേഖാമൂലം കാണുന്നില്ല. എങ്കിലും അതിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഒരു വിൽപ്പനയോ സംഭരണമോ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനുണ്ട്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.